ഇപ്പൊ ഈച്ച മുറ്റുന്ന പോലെ ഈച്ച കൂടൂലേ അതേപോലെ ആളുകൾ കൂടും. നമുക്ക് ആൾക്കാരെ പ്രായം ചെയ്യാം. അടുത്ത ടിക്കറ്റ് ഇപ്പൊ വരും. ദൈവമേ വണ്ടി തരുമെന്നൊക്കെ ചോദിക്കും. ഞാൻ ഉറപ്പിട്ട് ഞാൻ കൊടുക്കും. എന്റെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും ഇന്ന് എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ദിവസം. ആർക്ക് എന്ത് വേണേലും വരാം. അതെ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. എനിക്കിപ്പോ എന്റെ വ്യൂ വേറെ, വ്യൂ മാറാൻ എന്താ ചെയ്യുക? വീട് ഞെക്കാതെ എങ്ങനെ എന്റെ വ്യൂ മാറി? എന്താ എന്റെ അടുത്ത് ആരും വരം ചോദിച്ചു വരാത്ത? ഇന്ന് ആര് വന്നാലും മറ്റേ ദേവത ഈ ആളും പേരില്ലാത്തടത്ത് നടന്നാ എവിടെ വരാൻ? എന്റെ മുതുക്കിലല്ലേ പോവും. അവിടെ അതെവിടാ അറിയത്തില്ലല്ലോ. അതാ പറഞ്ഞ പറക്കാന്. പറക്കുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം എച്ച് ഞെക്കണം, ടി ഞെക്കണം, എന്നിട്ട് സ്ലാഷ് ടി എക്സ്. എവിടെയായിരുന്നു? ടെലിപ്പോർട്ട് ചെയ്തല്ലോ. എൻറർ എൻറർ നീയും കൊടുക്കണോ? ടെലിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ വരൂല്ല. വരൂല്ലേ? ഹീലാണോ? നോക്കിപ്പോ ഫസ്റ്റ് വന്ന് പ്ലെയർ മോഡ് എൻറർ. എന്ത് ചെയ്യണം? അയ്യോ ഇല്ല ഞാൻ വീണ്ടും കാണാണ്ട് പോയി. എങ്ങനെ പറക്കുന്നത് WASD. പിന്നെ ക്യൂ ഞെക്കാൻ മേലോട്ട് പോകാൻ ക്യൂ ഞെക്കണം, താഴോട്ട് പോകാൻ മുതുക്കെവിടാന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? റൈറ്റിലോട്ട് മനുഷ്യന്മാരുള്ള സ്ഥലം ലെഫ്റ്റിലോട്ട്. അവിടെ നേരെ അങ്ങനെ നോക്കൂ. മറ്റേ അവിടെയാണോ? അവിടെ അല്ല, കാണുന്നിടത്താണോ? കട്ടൗട്ട് കാണുന്നില്ലേ? അങ്ങോട്ട് പോയാൽ മതി. വീട്ടിൽ പോകുന്നില്ലല്ലോ. ഷിഫ്റ്റ് ഞെക്കി പിടിച്ചാൽ മതി ഇതിന്റെ കൂടെ. ഇവിടെ ഇറങ്ങി മനുഷ്യന്മാരൊന്നും ഇല്ല ഇവിടെ. അയ്യോ അവിടെ അല്ല, റൈറ്റിൽ അവിടെ ഒരു ഗ്യാരേജ് ഉണ്ട്. എവിടെ? ഇവിടെ നേരെ വെക്കൂ. ആ മറ്റേ മൂലയ്ക്ക്. ഇവിടാണോ? ഈ ബീച്ചിന്റെ അങ്ങേയറ്റത്ത്. ഒത്തിരി ഉണ്ടോ? ഇല്ലില്ല, അതേ എത്തി. ഇവിടെ ആ പാലത്തിന്റെ അവിടെ, ആ പാലം കാണുന്നതിന്റെ അവിടെ. അതെ ഇവിടെ. മരം ചോദിക്കേണ്ടവരൊക്കെ ഇവിടെ വരിക. നിലത്തിറങ്ങുന്നത് എങ്ങനെയാ? നിലത്തിറങ്ങുന്ന ഒന്നൂടെ എൻറർ അടിച്ചാൽ മതി. അതിന് എസ്കേപ്പ് അടിച്ചോ, അതങ്ങ് പോട്ടെ. ഒന്നുകൂടെ എസ്കേപ്പ്, ഒന്നുകൂടെ. മരം വേണ്ടവരൊക്കെ വരാനെന്നും പറഞ്ഞ് ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടെങ്കിൽ ഇരുന്നാലോ? മറ്റേ അതിലും എന്തെങ്കിലും ചോദിച്ചാലോ? ചോദിക്കുന്നവർ എൻ്റെ അടുത്ത് ആരെന്ത് വന്ന് ചോദിച്ചാലും അവർക്കെല്ലാം ഞാൻ എല്ലാം കൊടുക്കും കേട്ടല്ലോ. മറ്റേ നമ്മള് ഉബൈദൊക്കെ പോത്തില്ലേ അതേപോലെ. ഹലോ ഹലോ, വരം വേണോ? വരം പറയുന്നത് കേൾക്കൂല. പുഷ് ടോക്ക് ഉണ്ട്. ആണോ? ഞാൻ ഞെക്കി. സോറി. ഹലോ കേക്കാമോ? ഞെക്കിട്ട് പറ. ഹലോ കേക്കാമോ? ഞാൻ ഞെക്കിട്ട് പറയുന്നുണ്ട് പക്ഷെ കേക്കുന്നില്ല. മുമ്പേ ഞെക്കിയത് ഏതായിരുന്നു? ഹലോ ഇപ്പൊ വന്നു. ഹലോ, വരം വേണോ? വരം തരൂ. തരാം. എന്താ വരം വേണ്ടേ? എനിക്കൊരു വണ്ടി വേണം. ആണോ? ഏത് വണ്ടി? ഏതെങ്കിലും നല്ല ഒരു 660 കൊത്തു പോകണം, അങ്ങനത്തെ ഒരു വണ്ടി വേണം. 660 ഒരു 300 സ്പീഡ്. 300 സ്പീഡ് വലിയ കൂടിയ വണ്ടിയാണോ അത്? എന്താ കൂടിയ വണ്ടിയാണോ? കൂടിയ വണ്ടിയാ. പേരെന്തായിരുന്നു? മത്തായി. ഒരു ദിവസത്തേക്കാണോ വണ്ടി വേണ്ടത് അതോ അര ദിവസത്തേക്കാണോ? ഒരു മണിക്കൂർ വേണോ, ഒരു ദിവസം വേണോ? ഹലോ ഒരു മിനിറ്റ് ബ്രോ, സംസാരിച്ചേ. സംസാരിക്കേ. ഹലോ അല്ല ആ ബ്രോ ഓ ഈ ബ്രോ, ഇത് ബ്രോയുടെ സൗണ്ടാ? ഞാൻ വെച്ചിട്ട് പൊന്നെ ആട് ബ്രോയുടെ വായിന്ന് ഒച്ച തന്നെ. അതിലേതാ ആട് ബ്രോ? ആടുബ്രാന്ന് വിചാരിച്ചിട്ടാ. റെഡ്. ഞാൻ ദേവത. ഇന്ന് ഞാൻ വരം കൊടുക്കുന്ന ദേവതയാ. 1 മണിക്കൂർ സമയത്തേക്ക് കുറെ വരങ്ങൾ കൊടുക്കും. എന്റെ വരം താ. അതെ, എങ്ങനെ വരം കൊടുക്കുന്നേ? ഇവരെന്ത് പറഞ്ഞ് പറ്റിച്ചു വിടും. പക്ഷെ വരം തരാം, പക്ഷെ അതിന് 3 കാര്യങ്ങൾ ചെയ്യണം. പറയൂ. സാധാരണ നമുക്ക് വരം കിട്ടുമ്പോൾ നമ്മൾ ഒരു വരം പറയും. അത് കഴിയുമ്പോൾ അവരെന്ത് പറയും? 3 ടാസ്ക് പറയും. ആ 3 ടാസ്ക് വിജയിച്ചാൽ ആണോ? അത് വരത്തിന്റെ കുഴപ്പമല്ല, ചെവിയുടെ കുഴപ്പമല്ലേ? ചിലപ്പോ നിങ്ങൾക്ക് പലർക്കും പല രീതിയിലായിരിക്കും സൗണ്ട് കേൾക്കുന്നത്. ഹലോ
ആണോ? അപ്പൊ അത് നിങ്ങക്ക് ദേവതയില്ലേ വന്നേക്കുന്ന? അപ്പൊ അങ്ങനൊക്കെ തോന്നും. വരം കിട്ടാൻ വേണ്ടി വന്നേക്കുമല്ലേ? ആ ദൈവം ദൈവമല്ല ദേവത. അതൊന്ന് പറയാവോ? ആ സോറി, അത് ഞാൻ തമ്മിൽ ബന്ധം. അയ്യോ, ഞാൻ ഹെൽപ്പ് എടുക്കുന്ന ദേവതയല്ല, ഞാൻ വരം കൊടുക്കുന്ന ദേവതയാ. ആ വരം കിട്ടില്ല. എന്നെ കൊണ്ട് വരം മാത്രമേ കൊടുക്കാൻ പറ്റൂ. എന്തോ 100 കോടി ആണോ? പക്ഷേങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് നിങ്ങൾ എന്റെ വരം വാങ്ങിച്ചിട്ട് നാളെ നിങ്ങൾക്ക് ചിലപ്പോ ഈ സ്ഥലത്ത് കയറാൻ പറ്റിയെന്ന് വരത്തില്ല. ആ അങ്ങനൊക്കെ ചിലപ്പം പറ്റും. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അത് നിങ്ങൾ എന്താണ് പ്രത്യാഘാതങ്ങളൊക്കെ എന്താണ് തരണം ചെയ്യാൻ നിങ്ങൾ അതിന് പ്രാപ്തനാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വരം കിട്ടത്തുള്ളൂ. എന്ത് സഹിക്കാൻ പറ്റണം, എന്തിന് തയ്യാറാണെങ്കിൽ മാത്രം. ഈ ദേവതയുടെ ശരിക്കുള്ള പേരെന്താന്ന് പറഞ്ഞേ? ഞാൻ ദേവതയാണ്. എനിക്കൊരു വരം കിട്ടി ഞാനിവിടെ വന്നത്. ഹലോ ഞങ്ങളുടെ ആലുബ്രയുടെ അത് അദ്ദേഹവും ഞാനും തമ്മിൽ യാതൊരു ബന്ധങ്ങളും ഇല്ല. ഞാൻ ദേവതയാണ്. ഈ ദേവതയുടെ പേരെന്താ? പേരില്ലാത്ത ദേവതയാണോ? അയ്യോ റിക്ക, എന്ത് പേരാ റിക്ക ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത്? എനിക്കറിയത്തില്ല. അമ്മാമ അത് വേണ്ട, അത് ഭയങ്കര ഏജ് തോന്നും. നാളെ ഇങ്ങോട്ട് കേറാനേ പറ്റൂല കേട്ടോ, ഉറപ്പിച്ചോ. വരം മേടിക്കില്ലേ ആരും മേടിക്കില്ലേ? നിങ്ങൾ ചെറിയ ചെറിയ വരങ്ങളൊക്കെ ഇത് അപ്പാപ്പന്റെ ദേവതയാ. ഈ വരം മേടിച്ച് നാളെ ഉറപ്പായിട്ട് കേറാൻ പറ്റൂല, കൺഫേം. അയ്യോ അങ്ങനെ പറയരുത്. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ചെയ്തു തരാം. ചെറുതെന്ന് പറയാനാണെങ്കിൽ ഒരു 10 കോടി. എനിക്കൊരു വണ്ടി തരൂ. വണ്ടിയൊക്കെ ഇച്ചിരി കൂടിയതല്ലേ, അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ പറ്റത്തുള്ളൂ. അതിലും ചെറുതാ. എനിക്കൊന്ന് പറഞ്ഞു. 10 കോടി. ഒരു സൈക്കിൾ തരാന്ന് പറ. ഞാനൊരു സൈക്കിൾ തരാം. അതിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? എനിക്ക് ആണോ? ഞാനാണ് പേരെന്തായിരുന്നു? എന്റെ പേര് മാക്കിന് വേണം. നീങ്ങി നിക്ക്. ഈ സൈക്കിൾ കൊടുക്കുന്ന എങ്ങനെ? ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി നിക്ക്, ഞാൻ പറയാം. അതെ, ഇച്ചിരി നീങ്ങി നിക്കാവോ? ഇങ്ങോട്ട് മാറി നിക്ക്. ഇനി മറ്റേ TX എടുക്കും, മുമ്പേ അടിച്ച പോലെ TX എടുക്കും. അതെ, ഈ വരത്തിന് മറ്റേ പെർമനന്റ് ഇല്ലല്ലോ. അതിന് താഴെ വെഹിക്കിൾസ് കണ്ടോ? വെഹിക്കിൾസ് 3 കണ്ടു എൻട്ര അടിക്കും. എനിക്ക് തരുന്ന സൈക്കിൾ വാങ്ങിച്ചെടുക്കാം. എന്നിട്ട് അതിന്റെ അകത്തൊരു BMX എന്ന് അടിച്ചോ. BMX ബൈക്ക് എടുക്കല്ലേ? BMX D അല്ല BMX. എൻട്ര അടിച്ചോ. ഓക്കെ, കണ്ടോ സൈക്കിൾ വന്നു. സൈക്കിൾ മേടിച്ചാൽ നാളെ കയറാൻ പറ്റുമല്ലോ, വിഷയമൊന്നുമില്ലല്ലോ. സൈക്കിൾ കുഴപ്പമില്ലായിരിക്കും. F അടിച്ചിറങ്ങി. ഇല്ല കുഴപ്പമില്ല. ഈ സൈക്കിൾ അല്ലേ, സൈക്കിൾ ആർക്കും ലേഡി ബേർഡ് ആർക്കെങ്കിലും വേണോ? ലേഡി ബേർഡിന്റെ പേര് എനിക്ക് എനിക്കും അറിയത്തില്ല, പക്ഷെ എനിക്ക് സന്തോഷം. ഇനി ആദ്യമായിട്ട് എന്നെ അടുത്തതായിട്ട് ആര് വരം ചോദിച്ചു വരുന്നു ആ പെൺകുട്ടിക്ക് ഞാൻ ലേഡി ബേർഡ് കൊടുക്കും. എന്താ തരിക? ഇനി വീണ്ടും സൈക്കിൾ വേണം. അതെ 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 അതെ. ഇത് ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് അനുഭവിക്കണം. നീയൊക്കെ പറയുന്ന പോലെ അടിച്ച് കിട്ടുവേ. ഇല്ല, ചെറുതായിട്ട് കിട്ടില്ല. വേണമെങ്കിൽ ഞാൻ വന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് വക്കാലത്ത് പറയാം. ഞാൻ അങ്ങനെ ചെയ്യുവോ? ഞാൻ വരം തരാൻ വേണ്ടി വന്ന ദേവതയാണ്. എനിക്കൊരു 15 അരമണിക്കൂർ സമയത്തേക്ക് വരം കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച് വിട്ടതാ. ഏൽപ്പിച്ചതാണെന്ന് ഉറപ്പാണോ? ഏൽപ്പിച്ചതാ. നാളെ ഏൽപ്പിച്ച് കിട്ടും. കൂടുതൽ വരം ചോദിച്ചത് കേട്ടോ, അതുകൊണ്ട് അത്രയ്ക്കൊന്നും കിട്ടത്തില്ല, ചെറുതായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. ആ സൈക്കിൾ കിട്ടിയ സുഹൃത്ത് സംതൃപ്തനാണോ? ആണല്ലേ? സൈക്കിളിന്റെ സ്പീഡ് ഭയങ്കര കൂടുതലാന്ന് തോന്നല്ലേ? എങ്ങും പോയി വീഴാതിരുന്നാ മതിയായിരുന്നു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ റിക്കേ? ഇനിയോ വല്ല സ്വർണ്ണ കോയിൻ ഉണ്ടോ കൊടുക്കാനായിട്ട്? ഗോൾഡ് കോയിൻ? ഗോൾഡ് കോയിൻ ഒന്നും ഇല്ല. പിന്നെ വേറെ എന്തെങ്കിലും കൊടുക്കാൻ? നിങ്ങൾ ഓപ്ഷൻസ് പറ, ഞാൻ അതിൽ നിന്ന് എനിക്ക് പറ്റുന്നത് തരാം. നിങ്ങൾ ഓപ്ഷൻസ് പറ. എനിക്ക് ഇവിടുത്തെ ഓപ്ഷൻസിനെ കുറിച്ച് വലിയ ധാരണയില്ല, അതുകൊണ്ട് നിങ്ങൾ പറയുന്നതിൽ എന്താണോ എനിക്ക് തരാൻ പറ്റുന്നത് അത് ഞാൻ തരാം. അപ്പൊ ഇവിടത്തെ ദൈവല്ലേ? ആന്നു, ഞാൻ വരം കിട്ടി വന്ന ദേവതയാ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി.
നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന ദേവതയെ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾ ലിസ്റ്റായിട്ട് പറയൂ, അതിൽ നിന്ന് ഞാൻ ഓരോന്ന് തരാം. എനിക്ക് പറ്റുന്നത് 10 കോടിയൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ 10 രൂപ തരാം. എനിക്കൊരു 5 കോടി തരാനുണ്ട് ദൈവമേ. നിങ്ങൾ എല്ലാരും അങ്ങനെ പറയില്ല, പണമല്ല നമുക്ക് വേണ്ടത്. എനിക്കൊരു കാറുണ്ട്, ഒരു കാറും കിട്ടാനുണ്ട്, ഒരു പ്രീമിയം കാറ് കിട്ടത്തില്ല, സൈക്കിൾ വേണേ തരാം. എന്നാ ഇത് എനിക്ക് എന്റെ ഇതിൽ പോയി ഗാരേജിൽ നിന്ന് പോയി ഓട്ടോറിക്ഷ ഈ ദൈവത്തിന് എല്ലാ കഴിവുണ്ട്, എനിക്കറിയാം. ഇല്ല ഈ ദൈവത്തിന് വരം കൊടുക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. പറഞ്ഞു വണ്ടിയൊക്കെ കൊറേ കൊടുത്തു കഴിഞ്ഞാ വണ്ടി കൊടുക്കത്തില്ല, ഞാൻ പറഞ്ഞില്ലേ ഈ സൈക്കിളും ഓട്ടോയുണ്ട്, ഒരു ഓട്ടോയെ കൊടുക്കത്തുള്ളൂ. ദേവത കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്തോ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. ബൈക്കൊന്നും പറ്റത്തില്ല, നിങ്ങൾ ചെറുതൊക്കെ ചോദിക്കുക. സൈക്കിൾ അതെ, വേറെ ഇല്ല. സൈക്കിൾ കിട്ടിയാൽ സന്തുഷ്ടനാണോ ചോദിച്ചു. സൈക്കിൾ കിട്ടിയാൽ സന്തുഷ്ടനാണ്. ആണല്ലേ? അത് കഴിഞ്ഞ് സൈക്കിളൊക്കെ ഓടിക്കുന്ന സൂക്ഷിച്ച് വേണം, ഇങ്ങ് പോയി വീടരുത്. ബൈക്ക് താ ദൈവം. ബൈക്കൊന്നും പറ്റത്തില്ല, ബൈക്ക് അത് എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. അതെ, ഒരു മിനിറ്റ്. വണ്ടിയില്ല വണ്ടി കൊണ്ട് ഇന്നൂടെ എനിക്കൊരു വിളി വന്നു. നിങ്ങളെ കെട്ടിയവൻ എങ്ങോട്ട് പോയി? ഇപ്പം വരും. ഏട്ടാ, ആ പെൺകുട്ടി ഒരു എലിയാക്കി അതെ, വെച്ചോ. ഞാൻ നിങ്ങൾക്ക് പകരം പുതിയൊരു ദേവതയെ തരാൻ കേട്ടോ, കുറച്ചൊരു വ്യക്തിയാണ്. ഇന്ന് പിടിച്ചോ. ദേവൻ എന്തോ കുളിക്കാനെന്തോ ദേവനല്ല, ദേവത. നിങ്ങൾക്ക് പകരം ഇപ്പൊ അടുത്ത വരം തരാൻ വേണ്ടി ആള് വരും. ഷിഫ്റ്റാ. 5 മിനിറ്റ് ആണോ നിങ്ങളുടെ ഷിഫ്റ്റ്? അതെ, 5 മിനിറ്റ്. അത് കൊറച്ചൊക്കെ പണി എടുക്കാട്ടോ. പെട്ടെന്ന് വരും. നിങ്ങൾ കൂടുതൽ വലിയ വലിയ ആഗ്രഹങ്ങൾ ചോദിക്കില്ല, ഞാൻ പെട്ടെന്ന് വരാം. പറഞ്ഞോ റിക്കെ ഞാൻ വരാമേ, കാണാറുണ്ടേ കൊടുക്കുവാണേ. ഓക്കെ സൈക്കിൾ സ്പീഡ് പോരാട്ടോ. അല്ല പെട്ട മനുഷ്യനാ. അല്ലല്ല ഗോഡല്ലത്, ഏതെങ്കിലും ഗോഡ് നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ നീ? ഇത് ഡ്രസ് ഷോപ്പിൽ വന്നിട്ടുണ്ട് ഈ ഡ്രസ്. ഇത് പുതിയ ഡ്രസ്സാ. 500 550. ഞാൻ പറഞ്ഞാൽ ദൈവം അല്ലേ? അല്ല, ഇത് ഷാജി അല്ല കേട്ടോ, ഷാജി അല്ല. ഇത് പി കണാരൻ, ദൈവം പി കണാരൻ. ഞാൻ ഡ്രസ്സല്ല, ദൈവമാ, മനസ്സിലായോ? കുറച്ച് കറുത്തതാന്നേ ഉള്ളൂ, കറുപ്പന അല്ല, കറുപ്പൻ എന്റെ പേര്. കറുപ്പസ്വാമി. നീ മാത്രം നന്നായിട്ട് വരും. ഇതെങ്ങനെ എന്റെ പേര് കയറി ഇറങ്ങടാ. എടാ, എനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കഴിവുണ്ടോടാ? ആ പറ. ഹലോ, അതെന്ത്? ആ പറയൂ. T/TX അടിച്ചിട്ടൊരു കാറൊന്നും തരുമോ? ഇമ്പോർട്ട് വരെ പോയാൻ. അയ്യോ, സമയം 8 ശേഷം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതല്ലേ കറുപ്പ് നിയമത്തിലുള്ള ഇല്ല ചുമ്മാ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം. എനിക്ക് കഴിവുണ്ടാ. കേറിക്കോ, എല്ലാരും കേറിക്കോ. എന്നാ ഇൻപോർട്ട് ഒരു ട്രോഫി. ഇമ്പോണ്ട് എവിടാണ്? മാർക്ക് ചെയ്യോ? ദൈവം ഇത് അതൊന്നും പറ്റത്തില്ല. പിന്നെ വർപ്പിക്കാനൊക്കെ നിലത്തോട്ട് ഓടിക്കണം. നമ്മള് എത്രയൊക്കെ കഴിവുകൾ ഉണ്ടെങ്കിലും നമ്മള് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. ഇത് ഡ്രസ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാ ഡ്രസ്സാ. ഇതാ നടന്നു പോകുന്നത് കണ്ട, വണ്ടി ഓടിച്ചു പോകുന്ന. ഇതെന്ത് ഗിയർ മാറ്റണോ ഇതില്? വേണ്ട, തന്നെ മാറും. ആണോ? ആ, ഓക്കെ. ദൈവം /TPM അടിച്ചു നല്ല കിട്ടും, പെട്ടെന്ന് എത്താം. TPM? ആ, TPM. ദൈവത്തിനൊന്നും അറിഞ്ഞു ബ്രോ, അപ്പാപ്പന്റെ ബ്രദർ, അപ്പാപ്പനെ ഒക്കെ തട്ടി. എന്റെ പേര് പി കണാരൻ എന്നാണ്. നിങ്ങൾക്ക് എന്നെ അറിയാൻ ചാൻസ് കുറവാണ്. പറ്റത്തില്ല ബ്രോ, പറ്റത്തില്ല. അത് പറ്റത്തില്ലേ, നമ്മുടെ കറുപ്പ് നിയമത്തിന് എതിരാ അതൊക്കെ. ബ്രദർ ആണോ?
ഇല്ല ഞാൻ ആക്ച്വലി കുറെ നാള് കോമയിലായിരുന്നു, അതുകൊണ്ട് ഡ്രൈവിങ് മറന്നുപോയി. അല്ല ധ്യാനത്തില് പവറുകൾ കൂട്ടാൻ വേണ്ടിട്ടേ. എന്ത് പവർ കൂടി? എന്നിട്ട് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാ ഇത് അപ്ഗ്രേഡ് ആവുന്നേ ഉള്ളൂ. അത് കുറച്ച് ടൈം എടുക്കും. അത് അപ്ഗ്രേഡ് ചെയ്യാൻ. ആ അതെ അതെ. ഇത് ഇമ്പോർട്ടിലോട്ട് നമ്മൾ ഹൈവേ ഇത് നിങ്ങൾക്ക് എന്നെ അറിയാൻ ചാൻസ് ഇല്ല. ഞാൻ KVL എക്സ് മെമ്പർ ആണ്. നമ്മൾ ദേവലോകം എന്ന് പറഞ്ഞ സെർവറിലുള്ളപ്പം ഞാൻ KVL ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം കറന്റ്ലി RPയും കാര്യങ്ങളൊന്നും കളിക്കാറില്ല. ഞാൻ അപ്പാപ്പന്റെ വീട്ടിൽ ഇടക്കിടക്ക് വരാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ /DP അടിച്ചാൽ മതി ബ്രോ. എനിക്ക് അറിയത്തില്ല ബ്രോ. നമ്മള് തിരിച്ചാരേലും വരുന്നുണ്ടോ? പറയണേ, അല്ലെങ്കിൽ ദൈവം പോവും മൂന്നാമത്തെ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കടുവ ഗെയിമിങ്ങിനെയൊക്കെ അറിയാന്ന്, അല്ല കടുവയൊക്കെ അറിയാന്ന് വിചാരിക്കുന്നു. കടുവയും മുട്ടയും അമ്മായിയൊക്കെ ഉണ്ട സമയത്ത് പറയൂ ബ്രോ. ഇതിന്റെ ഓണർ എന്തേ, എവിടെ പോയി? AP പാപ്പൻ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, മനസ്സിലായോ? എന്താ വേണ്ടേ? നിനക്കെന്താ വേണ്ടേ? അതെ ദൈവമേ, നേരത്തെ വന്ന ദേവത ഒരു 10 കോടി വരായിട്ട് തരാന്ന് പറഞ്ഞിട്ട്. ആണോ? അത് ദേവത ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും. അപ്പൊ ചോദിച്ചോ. ഇനി അടുത്ത അദ്ദേഹം വരുമോന്ന് അറിയത്തില്ല. നിങ്ങളുടെ ദേവത മടങ്ങി വന്നിട്ടുണ്ട്. ദേവതക്ക് തിരിച്ചു കൊടുക്കാം കേട്ടോ. കാശ് വാങ്ങിക്കോ കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊറേ ആയില്ല കണ്ടിട്ടുണ്ട്. യെസ് ഗൈസ്, യെസ്. ഹലോ, ഞാൻ തിരിച്ചു വന്ന് കെട്ടിയവനെ ഒരു വലിയ ഓഫർ 10 കോടി രൂപ എല്ലാവർക്കും കൂടെ വീഴ്ച കൊടുത്തോളാൻ പറഞ്ഞു. കൊടുക്കണോ? ഹലോ, ദേവത തിരിച്ചു വന്നു. ഇതാരൊക്കെയായിരുന്നു? ആണോ? ഓക്കെ. വണ്ടി ഓടിക്കാൻ അറിയുന്ന ആരും ഇല്ല? ഞാനുണ്ട്. വണ്ടി ഓടിക്കണം. അതെ, എങ്ങനെ വെളിയിറക്കുന്നേ? പൈസ പൈസ ഇട്ടിട്ടുണ്ടോ? കൊടുക്കണോ? കേറ്, വണ്ടി കേറ്. ഞാൻ മാറണോ? ആരാ? അതാരാടാ? റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണോ? അവനെ ഇറക്കി വിട്ടെ. അല്ല വേണ്ട, പാവല്ലേ, ഇരുന്നോട്ടെ. മാലകയല്ല, ദേവത. ഇല്ല, 10 പൈസ തരൂല്ല. ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്ന പൈസയാ. ഇല്ല, തരൂല. ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 10 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ല. പേരെന്തായിരുന്നു നിന്റെ? അത് ഷാലു. ഷാലു ആണല്ലേ? ഓക്കെ. നിങ്ങളുടെ അറിവിൽ ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവരാരാ? പാവപ്പെട്ടവരെന്നല്ല ഉദ്ദേശിച്ചത്. എന്താ പറയുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് പൈസ ഉപയോഗിക്കാത്ത മനുഷ്യൻ. ഞാൻ പറയാം AP പാപ്പൻ ആണോ? ഇതുപോലെ എത്തിയായിട്ടൊരു മനുഷ്യൻ. ഹലോ ദേവതേ, എനിക്ക് ഞാൻ പണിക്ക് പോകാനാവില്ല. അയ്യോ, പണി എടുക്കാത്തവർക്ക് എങ്ങനെയാ പൈസ കൊടുക്കുന്നത്? നല്ല മനസ്സുള്ളവർക്കല്ലേ പൈസ എടുക്കാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞ ഞങ്ങക്ക് വേർപ്പിന്റെ അസുഖല്ലേ. കുഴപ്പമില്ല, നീ വെള്ളത്തിൽ ഇതുണ്ട്, സ്കൂബ ഡൈവിംഗ് ഉണ്ട്, അതൊന്നും അറിയത്തില്ല. ശരിയാ, അതുകൊണ്ട് നല്ല ഉപ്പുള്ളതാ. അതെ, നമുക്ക് ഇവനെ കൊണ്ട് മറ്റേ കടലിൽ കൊണ്ടിട്ടാലോ. ഇവന് അലർജി മാറിട്ട് കയറി വരട്ടെ. എന്റെ അടുത്ത് പൈസ ചോദിക്കുന്നവർക്ക് ആർക്കും ഞാൻ പൈസ കൊടുക്കൂല. പിന്നെ പൈസ വേണ്ട. ആണോ? അതെ, ഇവിടെ ഒന്ന് ഇറക്കി വിടുവോ? കാണിച്ചു തരുവാ. ഓക്കെ, താങ്ക് യു. കാട്ടി നിങ്ങൾ വെളിയിൽ പോവും. അവന്മാർക്ക് പൈസ കൊടുക്കണ്ട. ഓടാൻ പറ്റുന്നില്ലല്ലോ. പിടിച്ചോട്. ഓടി. ഓ, എന്തോ
ദേവത എന്തോ എന്തോ കേക്കാമോ? ദേവത എടിയല്ലേ ഞാൻ ഇതേ ഇവിടെ നിക്കുന്ന കാണുന്നില്ലേ? കാണുന്നില്ലേ? ഹലോ കണ്ണാപ്പിയാണ് കണ്ണാപ്പി. കാണുന്നില്ല മോളെ. ഏതാ? ഇല്ല വെളുത്ത ആണോ? എങ്കി അവിടുന്ന് പോയ ഇത്തിരി പേടിയാ. ഹലോ കാണുന്നില്ല. ആണോ? ആ ഹലോ ഹലോ. വരം വേണോ? വരം അല്ല എന്നാലും ഒരു വരം സൈക്കിൾ വരം കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല നല്ല ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയൊന്നും അല്ല. ദാനധർമ്മങ്ങൾ ചെയ്യരുത്, ദാനധർമ്മങ്ങൾ ചെയ്യും. ദേവാ നമ്മള് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താണ് ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങൾ കൊടുക്കുക. ഒരു വേണമെങ്കിൽ താങ്കൾക്ക് ഒരാൾക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ അതിൽ ഞാനൊരു ഷെയർ ഇടും. അങ്ങനത്തെ അതെ അതെ അതെ. ഇങ്ങനെ നമ്മള് മറ്റുള്ളവർക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങളെല്ലാരും ഇങ്ങനെ കാണുന്നുണ്ട് ഈ വർത്താനം പറയുന്നത്. എനിക്ക് ഉണ്ട്, കാണുന്നില്ലേ? വണ്ടി വാങ്ങിച്ചു കൊടുത്തോളാം. ആണോ? ഓക്കെ, നല്ലൊരു മനുഷ്യനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ അതിൽ താങ്കൾക്ക് ഒരു തുക തരും. എത്ര തുകയെന്ന് ഞാൻ പറയുന്നില്ല. താങ്കൾ ഒരാൾക്ക് വണ്ടി വാങ്ങിച്ചു കൊടുക്കുക, ഞാനൊരു തുക തരും. ബാക്കി നിങ്ങളുടെ പൈസ. അല്ല തുക താഴെ ആർക്കായിരുന്നു? ആണോ? കൂട്ടുകാരന്റെ പേരെന്താ? കൂട്ടുകാരന്റെ പേര് അമ്പിളി. അമ്പിളി. ഓക്കെ, കൂട്ടുകാരൻ എന്തുകൊണ്ടാണ് വണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്? എന്നെ ഒത്തിരി ഡൗൺ ടൈം ഹെൽപ്പ് ചെയ്തിട്ടുള്ള കൂട്ടുകാരനാണ്. നല്ല മനസ്സുണ്ട്, നല്ല മനസ്സുണ്ട്. ഓക്കെ, കൂട്ടുകാരൻ ഏത് സാഹചര്യത്തിലാണ് താങ്കളെ രക്ഷിച്ചിട്ടുള്ളത്? പല പല സാഹചര്യത്തിൽ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ, കണ്ണ് നിറയിക്കുന്ന ഒരു സാഹചര്യം പറയൂ. മറ്റുള്ളത് കണ്ണ് നിറയുന്ന ഒരു സാഹചര്യം. ആളെ കാണുന്നുണ്ടാ? ആ കഥ കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കണ്ണ് നിറയണം. കഥ കഥ പറഞ്ഞോടാ. കഥ 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 അമ്പിളിക്ക് കൊടുക്കാനുള്ള വണ്ടിയുടെ ജൂറു എനിക്കത് പറയാൻ പറ്റില്ല. കണ്ട ഞാൻ തന്നെ കരഞ്ഞു. കാരണം നമ്മള് കരഞ്ഞു. ബാക്കി ഞാൻ ഓടിച്ചെടുത്തോളാം. കരഞ്ഞു, നമ്മൾ തന്നെ കരഞ്ഞു. കഥ കരഞ്ഞോട്ട് പറഞ്ഞാ മതി. ആ പൈസ കിട്ടിയായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ പോയത്. അയ്യോ അങ്ങനെയല്ല, കഥ കേട്ടെങ്കിലല്ലേ നമുക്ക് വരെ തരാൻ പറ്റൂ. ഞാൻ പറയാം. ഒരു മഴ സമയത്ത് കണ്ണാപ്പി ഒരു വണ്ടിയുമായി ബൈക്കിൽ സ്റ്റഡുമായി പോകുകയായിരുന്നു. വ്യക്തമായില്ല, ഒന്നും കൂടെ. ഒരു മഴയത്ത് ഒരു വണ്ടിയിൽ മഴയത്ത് കണ്ണാപ്പി ബൈക്കില് ഇവിടുന്ന് ഇങ്ങനെ മുതുക്ക് വഴി ഇവിടുന്ന് ഇങ്ങനെ പോവുമായിരുന്നു. ആ മുതുക്ക് കഴിഞ്ഞാൽ അവിടുത്തെ വളവ് കഴിഞ്ഞപ്പോ കണ്ണാപ്പി ഒന്ന് ചെറുതായിട്ട് ഒന്ന് മറിഞ്ഞു. ഈ പെണ്ണുമ്പിള്ളേരെ കാണുന്നില്ലാലോ. ഇവിടെ വലിയ കഥ പറയുമ്പോഴാ. ആ പറ കഥ ഫ്ലോ പോകും. അപ്പൊ കണ്ണാപ്പി ആ വളവിലാണ് വെച്ച് ആക്സിഡന്റ് ആയ. മഴ സമയമായോണ്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്പിളി മാത്രം വന്നു. വന്നിട്ട് എന്ത് ചെയ്തു? കണ്ണാപ്പി എടുത്തു രക്ഷിച്ചു. നേരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ രക്ഷിച്ചു. ആണോ? ഈ പറഞ്ഞ കണ്ണാപ്പിക്ക് ഗുരുതര പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ബ്ലഡ് കൊടുത്ത് സഹായിക്കാം, അങ്ങനത്തെ വല്ല സഹായം ചെയ്തായിരുന്നു? രണ്ട് കൈ ഡബിൾ കണക്കായി പോയി. ആണല്ലേ? അതൊക്കെ പിന്നെ വീണ്ടും തിരിച്ചെടുത്ത് വെച്ചതാ? എല്ലാം റെഡിയാക്കിയതാ. കമ്പിയൊക്കെ ഇട്ട് റെഡിയാക്കിയാണ്. വർക്ക് കമ്പി. അപ്പൊ എത്ര നാളത്തെ സൗഹൃദമാണ് ഈ അമ്പിളി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്കുള്ളത്? വർഷങ്ങൾ ആണല്ലേ? ഈ അമ്പിളി എന്ന് പറയുന്ന വ്യക്തി എവിടാ എവിടാ ഉള്ളേ? ആണോ? ആ കൈവക്കി പോകുന്ന ആളാണോ അമ്പിളി? അമ്പിളിയല്ല, അത് അമ്പിളി അമ്മന്റെ മോനാണ്. ആണോ? അമ്പിളിക്ക് മോനും ഉണ്ടോ? അപ്പം ഏതാ ഒരു അമ്പിളി എന്ന് പറഞ്ഞ പൈസ ഇട്ടപ്പോഴല്ല കൈ പൊക്കിക്കണം കേട്ടാ. അങ്ങനത്തെ പരിപാടി കാണിക്കില്ലേ? ഈ അമ്പിളി തമ്പിളിന്റെ തന്തയാണോ? അസഭ്യ വാക്കുകൾ യൂസ് ചെയ്യല്ലേ. സഭ്യമായ വാക്കുകൾ മാത്രം. പിതാവ് അമ്പിളിയാണോടാ? പിതാവ് പണിയൊന്നുമില്ല. ഒരു കാര്യം ചെയ്യോ, ഏറ്റവും താഴെയുള്ള ടോഗിൾ പ്ലെയർ ഐഡി ഇല്ലേ, അതൊന്ന് എൻട്രാക്കോ. ഞാൻ എഴുതണോ? അതൊന്ന് എൻട്രാക്കി. അപ്പൊ എല്ലാരും അറിയാൻ പറ്റുമല്ലോ. അത് അമ്പിളിയുടെ മോനാട്ടോ. കയ്യില് വരെ കണ്ണാപ്പി. ഓ ആരാന്നറിയാൻ പറ്റൂലേ? അമ്പിളിയെ കൊണ്ട് അമ്പിളിക്ക് നമുക്ക് നല്ലൊരു അമ്പിളി മാമനെ കൊടുക്കാം. ഞാൻ ദൈവമല്ല, ഞാൻ ദേവതയാണ്. ദേവത എനിക്ക് കുറച്ച് തരുവോ? എന്റെ സത്യമായിട്ട് ഒന്നുമില്ല. ഞാൻ കാല് പിടിക്കാം. ആണോ? നിന്നെ കാണാൻ ഭയങ്കര സുന്ദരനാണല്ലോ. കാല് പിടിക്കില്ല. ഈ അത്തരം ആചാരങ്ങൾക്കൊക്കെ ഇവിടെ എന്താണ് വിലക്കുകളുണ്ട്. നമ്മള് പൈസ ചോദിക്കാം. നമ്മള് പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് പൈസ തരുവാ.
എനിക്കെന്താ വരം തരുമോ നിങ്ങള്? വരം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരാളുടെ അവസ്ഥ കണ്ടു കൊടുക്കുന്നതല്ലേ വരം. നല്ല നല്ല പ്രവൃത്തികൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ദേവതയ്ക്ക് തോന്നണം നിങ്ങൾ വരത്തിന് അർഹനാണ്. ഞാൻ ഡ്രസ് മാറ്റിട്ട് ഒരാഴ്ച കുളിച്ചിട്ട് എന്തോന്ന് ഞാൻ കുളിച്ചിട്ട് ഒരു മാസായി. ഇച്ചിരി കൂടെ മാറിയിരുന്നേ. അതെ നേരെ മുന്നില് കടലാ. അതാ കുളിക്കാത്തവരെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു സ്കീം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധിതമായിട്ട് കുളിപ്പിക്കാൻ വേണ്ടിട്ട്. ഹലോ ചേച്ചി, എന്താ പൈസ തരുവാ? ഇല്ല മക്കളെ, ദേവത പൈസ കൊടുക്കത്തില്ല. മുത്തശ്ശിയും കൊടുക്കത്തില്ല. മുത്തശ്ശി എന്തെങ്കിലും പൈസ താ മുത്തശ്ശി. മോനെ ഇങ്ങനെ പൈസ ചോദിക്കല്ലേടാ, നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം. നിനക്ക് പണി ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ തരാം, നീ അത് ചെയ്യാമോ? കുറച്ച് മണി തരുമോ? മണിയില്ല കുറച്ച് പണി തരാം. മണിയില്ല പണി തരാം. ശരിയാ, നീ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വന്ന് നിനക്ക് ഞാൻ ഒരു ചെറിയ തുക തരാം. ഡ്രസ് ഇടുവാൻ പൈസ ഇല്ല. പൈസ ഇല്ല. അങ്ങനെ പറയാം നീ. അത് നീ പറയുന്ന പച്ചക്കള്ളം അതെനിക്കറിയാം. എങ്കിൽ ശരി, നീ ഒരു 10 പേരോട് ചോദിച്ചിട്ട് നിനക്ക് തുണി വാങ്ങാനുള്ള പൈസ നീ ഒപ്പിക്കാം. അപ്പൊ നിനക്ക് ആ പൈസ ഞാൻ നിനക്ക് തരാം. തുണി വാങ്ങിയിട്ട് തുണി മാറാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാന്ന് തുണി മാറാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നാ നീ കുളിച്ച് വൃത്തിയായിട്ട് വരും. ഞാൻ കുളിച്ച് വൃത്തിയായിട്ട് തരാൻ നിൽക്കുവാ. ആ ഒരു തുക, എത്ര തുക ഞാൻ പറഞ്ഞില്ല, അത് ദേവതയുടെ ഇഷ്ടം. പ്രോമിസ്. എന്ത് എങ്ങനെ കൈ പിടിക്കണം? കയ്യെ തൊടുന്നില്ലല്ലോ. കൈ പൊക്കണോ? കൈ ഇങ്ങനെ പൊക്കുന്നു. കൈ പൊങ്ങുന്നില്ല. പറയണ്ടേ? അതെ, ഇത് കീബോർഡ് ഒന്നും വർക്ക് ആവുന്നില്ല, വല്ല കത്തിപ്പോയി. ഒന്നും വർക്ക് ആവുന്നില്ല. ഇത് നീ ഇങ്ങനെ എന്റെ മടിയിൽ കയറിയിരുന്നേ. ആണോ? ഞാനാണോ? ഞാനാണോ? അല്ല അവന് കേറിയതാ. ഇറങ്ങാൻ പറ. ഇറങ്ങാവോ മകനെ? ഇറങ്ങും മകനെ. സാരമില്ല മകനെ. ഇറങ്ങി. നല്ല കുട്ടി. ഇല്ല മക്കളുടെ, നീ പോയി തുണി മാറിയിട്ടൊക്കെ വാട വൃത്തിയായിട്ട്. നീ കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു തുക ഉറപ്പായിട്ടും തരും. നീ കുളിച്ചിട്ട് തുണി മാറാൻ ഇതാ കൊടുക്കാം. സ്കിന്നടിക്കുക. സ്കിന്ന് എന്നിട്ട് അവന്റെ 25 ID അടിച്ചോ. ഇങ്ങനാണോ? അല്ല, ഒരു T എക്സ്ട്രാ വന്നു. വേണ്ട. എന്നിട്ട് എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് അവന്റെ 25 ID അടിച്ചോ. കൊടുക്കട്ടെ. മകനെ എന്തായിരുന്നു? കുളിച്ചു വന്നെയാണോ ഇത്? ആണോ റിക്കു? ഇവൻ കുളിച്ചോ? ആണോ? ഇനി ഒരു പുതിയ ഉടുപ്പ് എടുക്കുന്ന എങ്ങനെയാ? ഇല്ല, ഞാൻ അതിട്ട് കൊടുത്തു. ഒന്ന് മകനെ കിട്ടിയില്ലെന്ന് കിട്ടിയില്ല. നോക്കിക്കേ, കിട്ടിക്കാണൂല്ലോ ഇപ്പൊ. അതെ ദേവതയാണ്. ഇവിടെ നമ്മള് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കുളിക്കാത്ത പിള്ളേരെ കുളിപ്പിക്കുക. ഡ്രസ് കിട്ടിയില്ലേ പുതിയത്? ഡ്രസ് മാറാനുള്ള സംഭവം തന്നില്ല. ഇനി പൈസ എന്തിനാ? എടാ അല്ല മകനെ, പുത്ര, ദേവത നിനക്ക് തന്ന വരവ് എന്താണെന്നറിയാവോ? ഈ വിഷുവിന് നമ്മള് വിഷുക്കോടി കൊടുക്കാന്ന് പറയില്ലേ, അതേപോലെ നിനക്കൊരു കോടി തന്നിട്ടുണ്ട്. അതാണ് നിനക്കുള്ള വരം. തരൂല്ല മക്കളെ. എന്തോന്ന് ഭക്ഷണമല്ലേ? ഭക്ഷണം ചോദിക്കുന്നവരോട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ ശരിയല്ല. ഇതൊക്കെ ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എങ്ങനെയാ കൊടുക്കുന്നേ? എന്നിട്ട് ഇനി എന്ത് ചെയ്യണം? ഭക്ഷണം ഇല്ലല്ലോ ഇതിന്റെ അകത്ത്. കാണും. താഴോട്ട് വാ. ഫുഡൊന്നും ഇല്ലാതെ നടക്കുന്നത്. ദൈവമല്ലേ, ദൈവത്തിന് ഫുഡ് വേണ്ട. അയ്യോ, ആർക്കായിരുന്നു കട ഉണ്ടെന്ന് പറഞ്ഞത്? എടാ ഒരു ഫുഡ് ഐറ്റം പറഞ്ഞടാ. ഭക്ഷണം തരാം. കാത്തിരിക്കൂ. ബർഗർ ഒന്നും ഇല്ല ഇവിടെ. പുത്ര, താങ്കളോട് ഞാൻ പറഞ്ഞു ഞാൻ ദേവതയാണെന്ന്. തരാം. കാത്തിരിക്ക്. ഭക്ഷണം തയ്യാറാക്കണ്ടേ?
ഭക്ഷണം തയ്യാറാക്കാതെ എങ്ങനെയാ തരുന്നത്? നമ്മള് മറ്റേ ഇത് വെറുതെ വരത്തില്ല. കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. നിങ്ങള് കൊടുക്കണമല്ലേ? എങ്ങനെയാ കൊടുക്കുന്നത്? ഓരോരുത്തർ 10 ഒരുമിച്ചിട്ടില്ലേ അവിടെ ഉണ്ടെന്ന് ടൈപ്പ് ചെയ്തോട്. എവിടെ ഇവിടെ യൂസ് ഇവിടെ നടക്ക യൂസ് ഇല്ല അവിടെ. എന്നിട്ട് ആർക്കാ കൊടുക്കുന്നത്? റൈറ്റ് ക്ലിക്ക് അടിച്ച് കൊടുത്തോ. റൈറ്റ് ക്ലിക്ക് അടിച്ചോ അതില് ബർഗറില്. ബർഗറിലോ? ഇവിടെ കൊടുക്കണോ? അവിടെ അല്ല അവിടെ അല്ല അവിടെ അല്ല ഗീവില്ല. ഗീവിലോട്ട് ഇട്ടോ. അതില് ഗിവിലിട്ടോ. പിന്നെ എങ്ങനെ കൊടുക്കുന്നത്? ദേവതയെ ഫ്രണ്ട് കിട്ടി. കിട്ടിയോ? പറഞ്ഞ മതി എന്ന് പറ. ഒരു വെള്ളം കൊടുത്തോ. കിട്ടിയോ? വാട്ടർ ഉണ്ടോ? ഭക്ഷണം കിട്ടിയോ? ഭക്ഷണം കിട്ടിയോ? ദേവതയെ ഭക്ഷണം കിട്ടിയോ? ഭക്ഷണം കിട്ടിയോ? പക്ഷെ ഒരു ബർഗർ കിട്ടിക്കുള്ളൂ നിനക്ക്. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഭക്ഷണം മാത്രമേ ഉപയോഗിക്കാവൂ. അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൊടവേറ് വരും, ഫാറ്റ് ലിവർ വരും, കൊളസ്ട്രോൾ വരും, ഷുഗർ വരും, പ്രഷർ വരും, പിന്നെ എന്തൊക്കെ വരും എന്നറിയാവോ? ഓക്കെ അത്രേ ഉള്ളൂ. എന്റെ പുത്രിക്ക് ഒരു ചോക്ലേറ്റ് വേണം, അത് തരുമോ? നിനക്ക് പുത്രിയാ? മിക്സിലാണല്ലോ കേറി പിടിക്കുന്നത് മൊത്തം. നിനക്ക് പുത്രിയോ? അതെ, ചോക്ലേറ്റ് വല്ലതും ഉണ്ടോ കൊടുക്കാൻ? അതൊക്കെ ഉള്ളതാണോ? കളറിങ് അടിക്കാൻ വേണ്ടി സാധനം നോക്കട്ടെ ചോക്ലേറ്റ് ഉണ്ടോന്ന്. ഞാൻ നോക്കട്ടെ, കലവറയിൽ ഉണ്ടോ നോക്കട്ടെ. കലവറയിൽ തപ്പട്ടെ, വലുതായിട്ടാ. തപ്പിട്ട് ഇത് തരാം. പഴയതല്ല, എന്റെ ഓള് മരിച്ചില്ല. പഴയതല്ല, അതാ പറഞ്ഞ കലവറയിൽ അത് കൊടുത്തോ. തപ്പണം. ഓ, തരാവേ, ഒരു മിനിറ്റ്. തലവരാന്ന് പറഞ്ഞ മറ്റേ കൊടയല്ലേ, കൊടുത്ത് അത് തപ്പുവാ. അത് റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ മതി അതില് ചോക്ലേറ്റില്. ദേവകാനി അല്ല ദേവകാനി എന്ന് വെച്ചാ കിട്ടിയില്ലേ? ഇല്ല അത് വലിച്ചില്ല. ഒരു 34 ലക്ഷത്തോളം കടമുണ്ടേ. ചോക്ലേറ്റ് പിന്നെ കിട്ടിയോ ചോക്ലേറ്റ്? എന്റെ പൊന്നു മോനെ, നിനക്ക് ഞാൻ നിന്നെ കുളിപ്പിച്ചു, നിനക്ക് ഞാൻ ഉടുപ്പ് തന്നു, നിനക്ക് ഞാൻ ഭക്ഷണം തന്നു, നിന്റെ കുട്ടിക്ക് ഞാൻ എന്തായിരുന്നു ചോക്ലേറ്റും തന്നു. ഇതിൽ കൂടുതൽ ചോദിക്കാൻ വേണ്ട, ഞാൻ എല്ലാവർക്കും കൊടുക്കണ്ടേ? ഇനി അടുത്ത ആൾ കൊടുക്കട്ടെ. ഇനി അടുത്ത ആളുടെ അവസരം. നിന്റെ അവസരം കഴിഞ്ഞു, നിന്റെ അവസരം കഴിഞ്ഞു. നീ നല്ല മിടുക്കനായിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് എല്ലാം പറ, രസമുണ്ടോ ഇല്ലയോ? നല്ല ഔട്ട്ഫിറ്റ് ആണ്, നല്ല ബ്ലാക്ക്, നല്ല ജീൻസ്, നല്ല വാച്ച്, നല്ല കമ്മല്, നല്ല കണ്ണിൽ എന്താ ഇരിക്കുന്നത്? കണ്ണ് കാണിച്ചു തരാം. വേണ്ട, കാണണ്ട, മതിയായി. ഇനി അടുത്ത ആൾക്ക് ഞാൻ കൊടുക്കട്ടെ. കഷ്ടമുണ്ടടാ, ഒന്ന് പോടാ, അടുത്ത ആൾക്ക് കൊടുക്കട്ടെടാ. നിനക്ക് ചെങ്കണ്ണാടാ. അങ്ങനെ പുത്ര ഓക്കെ, ഇനി അടുത്ത ആൾക്ക് കൊടുക്കട്ടെ. എനിക്ക് ഫുഡൊന്നും വേണ്ട, ഒരു കുറച്ച് കടമായിട്ട് പൈസ സോറി, പണം ഞാൻ കടം കൊടുക്കത്തില്ല. അതെനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? അതെ മോനെ, നിനക്ക് ഭക്ഷണം തന്നവനെ ഇച്ചിരി അങ്ങോട്ട് മാറി നിക്കാവോ? എടാ ഉടുപ്പ് ഒന്ന് കുളിപ്പിച്ച് കിട്ടവനെ. ഓക്കെ ഓക്കെ, അതെ അതെ അതെ. ആ പോയി, കുറച്ച് ഫുഡ് ഒരു ഫുഡ് മതിയോ? കുറച്ച് ഒരു ഫുഡ് തരാം. ഒന്നും കിട്ടിയില്ലേ? ഇത് ഞാനല്ലേ? എനിക്ക് 200 വേണേ. ഡെയിലി കൊടുക്കല്ലേ? 200 വേണേ. ഇല്ല, ഓരോന്നേ വിധം തരാൻ പറ്റത്തുള്ളൂ, എല്ലാവർക്കും കൊടുക്കണ്ടേ. എന്റെ ലാപ്പടെ 10 ഉള്ളൂ. ഇത് ജയിൽ പുള്ളികൾ കൊടുക്കുന്നതാണല്ലേ ബർഗർ? എനിക്ക് കിട്ടിയതേ അത്രേ ഉള്ളൂ. ജയിലായിരുന്നു തോന്നല്ലോ പണി. എന്തായിരുന്നു കേസ്? കിട്ടിയോ? ഒരു ബർഗറാ ദേവലോകത്ത് അടിച്ചു മാറ്റിയത്. അടിച്ചു മാറ്റാൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ഇവിടെ കേറിയെങ്കിൽ ഇരുന്നതാ. ഇത് ജയിൽ ഭക്ഷണമാണ്, ജയിൽ ഭക്ഷണം. ജയിൽ ഭക്ഷണം എന്നൊന്നും പറയരുത്. ഭക്ഷണത്തെ നമ്മൾ ഭക്ഷണമായിട്ട് കാണണം. അതെ, നമുക്ക് കുറച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി പോയാലോ? വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് അവർക്ക് നമ്മൾ എന്താണ് സന്തോഷം പകർന്നു കൊടുത്താലോ? കണ്ടിട്ടില്ല, അറിയത്തില്ല. ദൈവത്തിന്റെ പേരെന്താ? ദേവത കുറച്ച് വെള്ളം തരൂ. വെള്ളമില്ലടാ. ആ വെള്ളമുണ്ട്. വലിയ സംശയമുണ്ട്. എന്തോ ഹണി ജോബ് എപ്പോ വരുമെന്ന് പറയാമോ? തേനീച്ചകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു അമ്മായിയുടെ മോളുടെ കല്യാണത്തിന് വേണ്ടി പോയേക്കുമായിരുന്നു. ഇനി അവരൊക്കെ തിരിച്ച് കൂട്ടിലെത്തണം. സ്കൂബയോ? ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിന് പോയപ്പോ സ്കൂബേനെ കൂടെ കൊണ്ടുപോയായിരുന്നു. അവരൊന്നിച്ചാ പോയത്. അവര് കല്യാണമൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വരണ്ടേ? ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ 5 ദിവസത്തെ പരിപാടിയില്ലേ? സംഗീത്, ഹൽദി, മെഹന്തി, പിന്നെ കല്യാണ തലേന്ന് സാരി ഉടുപ്പ്, കല്യാണം, അത് കഴിഞ്ഞ് റിസപ്ഷൻ. അവൻ പോയോ? മഞ്ഞ കല്യാണോ, ചോപ്പ് കല്യാണോ, നീല കല്യാണം, മൈലാഞ്ചി കല്യാണോ, എല്ലാം ഉണ്ട്. അങ്ങനത്തെ കൊറേ കല്യാണം എല്ലാം ഉണ്ട്. ആ, ബീരാൻകുട്ടി. താങ്കളുടെ പേര് എങ്ങനെയാണോ കുട്ടി? ഇതാണ് ബീരാൻകുട്ടി. ബീരാൻകുട്ടിയുടെ സങ്കടം കേൾക്കണം. സങ്കടം പറയൂ. അനക്ക് സങ്കടമൊന്നുമില്ല.
ബീരാൻകുട്ടിക്ക് സങ്കടമൊന്നുമില്ല. ബീരാൻകുട്ടി ഹാപ്പിയാ. വീരാൻകുട്ടീന്റെ ഓള് തേച്ച് ആണോ ഇത് വിഷമമുണ്ടോ? ഇല്ല 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 ഇല്ല. എന്തോ വിഷമത ഇല്ലാത്തത്? അത് ഓർത്ത വിഷമം വരും. എന്തോ പോയി ഓനോടി അവന് വിഷമം സഹിക്കാൻ പറ്റപ്പോ എന്ന് തോന്നുന്നു. ആ ഓൻ അതെ വരം വേണോ വരം വേണോ വരം വേണോ വരം വരമാണോ വരം വരം വേണോ ആണോ? എന്താണ് വേണ്ട വരം? എനിക്ക് ഒരു വണ്ടിയില്ല. വണ്ടി ഒന്നും ചോദിക്കില്ല. നമ്മൾ നല്ല 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 എന്താണ് നല്ല നല്ല പ്രവൃത്തികളാണ് ചെയ്തു കൊടുക്കുന്നത്. വണ്ടി ഒന്നും കൊടുക്കില്ല, പൈസ കൊടുക്കില്ല. പ്രവൃത്തിയല്ലേ? അല്ല നമ്മളൊരു അല്ല പാർട്ടി തുടക്കുന്നുണ്ട്. പാർട്ടി പാർട്ടി എന്ന് വെച്ചാ മറ്റേ മറ്റേ പാർട്ടി. ഇത് പാർട്ടി ഉണ്ട്. എന്റെ ഒരു പാർട്ടി തുടങ്ങുന്നുണ്ട്. നിങ്ങള് പങ്കെടുക്കുന്നു. ഞാനും ദൈവമാണ് മുന്നിൽ വെക്കുന്നത്. ആണ് ഞാൻ മുന്നിലൊന്നും ഇല്ല, ഞാൻ പുറകില്ല. എനിക്ക് അതായിട്ടൊരു ബന്ധവും ഇല്ല. നാലാക്ക് ആളെ കിട്ടുള്ളൂ. നിങ്ങളെന്ത് കളി കളിക്കുന്നേ? അയ്യോ നമ്മൾ അങ്ങനെ നമ്മളായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. വരമാണോ? ഹലോ ഹലോ വരം വേണോ? അല്ല ഇതെന്താ ഇങ്ങനെ? അത് ദേവതയാണ്. വരം വേണോ? ടെക്നോളജി മാറ്റിയതാ. ആണോ? എന്താ വരം വേണ്ടത്? എനക്ക് ഷെയ്ക്കിനെ കാട്ടി പൈസ വേണം. എങ്ങനെ? ഷെയ്ക്കിനെ കാട്ടി പൈസ വേണം. ഷെയ്ഖ് എന്ന് പറയുന്നത് താങ്കളുടെ ആരാണ്? അന്റെ ഒരു ഏട്ടനാണ്. ആണോ? അനിയനാടാ. ആണോ? എന്ത് മനസ്സാണപ്പം താങ്കളുടെ ഇത്? ഒന്ന് അല്ല, ചേട്ടനെക്കാട്ടി പൈസ വേണമെന്ന് പറയുമ്പോ ഇത് ചേട്ടൻ അറിഞ്ഞ ചേട്ടൻ എങ്ങനെ സഹിക്കും? അനിയന്റെ മനസ്സിലിരിപ്പിക്കാന്നറിയാലോ. ചേട്ടനെ കാട്ടി പൈസ വേണമെന്നല്ലേ പറഞ്ഞു. അതാ പറഞ്ഞത്. ചേട്ടനല്ലോ. അതാ പറഞ്ഞത്. അപ്പൊ ചേട്ടന്റെ മോളിൽ പോണെന്ന് പറയുമ്പോ നിങ്ങൾ ചേട്ടനെ താഴെ ആക്കണമെന്നല്ലേ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അന്ന് ഓക്കെ ചേട്ടൻ അത്ര. ആണോ? അപ്പോഴും നിങ്ങൾ എന്താണ് നിങ്ങൾ ചേട്ടന്റെ ഒപ്പം എത്തനല്ലേ ആഗ്രഹിക്കുന്നത്? അന്ന് ചേട്ടനെ കാട്ടി ₹1 കുറവ്. ആണോ? അപ്പോഴും നിങ്ങൾ ചേട്ടന്റെ തോളോട് തോള് ചേർന്നെത്തിയില്ലേ? അല്ല ഒരു 10 കോടി. അതൊക്കെ എന്ത്? നമ്മൾ പൈസക്ക് വേണ്ടിട്ടല്ല ജീവിക്കേണ്ടത്. നമ്മൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നന്മ പ്രവൃത്തികൾ, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യണം. എങ്ങനെ? എനിക്ക് പറഞ്ഞു നടക്കണം. നമുക്കൊരു മറ്റേ ഹെലികോപ്റ്റർ വാങ്ങുവാണെങ്കിൽ പറന്നു പോവാൻ. അവനെ പറത്തിക്കോ? പറക്കണം. ആർക്കാ പറക്കണോന്ന് പറഞ്ഞത്? എനിക്ക് ആണോ? എങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് T/A ഡ്യൂട്ടി അടിക്ക്. അതൊക്കെ വലിയ വലിയ പണിയല്ലേ? A ഡ്യൂട്ടി. /A ഡ്യൂട്ടിയോ? ആ A ഡ്യൂട്ടി. ഇനി എന്ത് ചെയ്യണം? എൻ്റർ. ആണോ? ഇവനെ ഞാൻ എങ്ങനെ എടുക്കും? അല്ലല്ല കുഴപ്പമില്ല. എൻ്റർ അടി. അടിച്ചു. ഇനി യു ഞെക്ക്. യു ഞെക്കി. അതിൽ ട്രോൾസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ട്രോള് മണ്ടയ്ക്ക്. കണ്ടു. അതിൻ്റെ അകത്ത് സെൻഡ് പ്ലെയർ ഏറ്റവും താഴത്തെ സ്ലാപ്പ് പ്ലെയർ ഇൻ ദ സ്കൈ. കണ്ടു. 24 അവൻ്റെ ഐഡി. ഇതാണോ? പറഞ്ഞിട്ട് വരാൻ പറ. നീ പോയി പറഞ്ഞിട്ട് വാ. ഇനി ആർക്കെങ്കിലും പറക്കണോ? ആണോ? ശാലു നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ നിലത്തിറങ്ങൂല. നീ ആകാശത്തിന്റെ നിൽക്കും. ഇല്ല പോയാ പോയി വരി. പിന്നെ പറഞ്ഞിട്ട് വന്ന കുട്ടനെന്തി ഉത്ര നല്ലോട്ട് പറഞ്ഞോ? ശാലുവിനെ വിടാനില്ല. അയ്യോ മോനെ പറന്ന് നടക്കാനുള്ള ഓപ്ഷൻ ഇല്ലടാ. അത് നമുക്ക് ദൈവത്തിലില്ല. 24 അവൻ. പറക്കട്ടെ. എന്റെ പുറത്ത് ചിപ്പ് കാറ്റാനാവാ. അയ്യോ അതല്ലല്ലോ അവനെ പിന്നെ പറന്നു പോയി. ഇനി ആർക്കാ പറക്കേണ്ടത്? പോയില്ലേടാ നിനക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നില്ലേടാ ദേവത. എല്ലാരും പറക്കട്ടെ. ഇനി പറക്കണമെന്ന് പറയുന്നവരാരും ഇങ്ങോട്ട് വരരുത്. നീ ആകാശത്ത് പോയി കഴിഞ്ഞാൽ നിലത്തിറങ്ങൂല കേട്ടാ. നേരത്തെ പറഞ്ഞ അമ്പിളി ഇല്ലേ? അമ്പിളി. അമ്പിളിയുടെ മോനാന്നുള്ള തെളിവ് എന്താ? മോനെ ആധാർ കാർഡ് ഉണ്ടോ? അച്ഛന്റെ പേര് മറ്റേ വേറെ സാധനം ഉണ്ടല്ലോ. എന്തായിരുന്നു? ജനന സർട്ടിഫിക്കറ്റ് ആണോ? ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്തൊരു നന്മ പ്രവർത്തനം നടത്താൻ വേണ്ടി ഞാൻ പോട്ടെ. രക്തം പോയി. കുഴപ്പമില്ലടാ, സാരമില്ല. ഇല്ല ഒന്നും പറഞ്ഞില്ല. ബാ നമുക്ക് നന്മ പ്രവർത്തനം നടത്താൻ വേണ്ടി പോവാം. ഓക്കെ സാർ. ഇവരൊക്കെ തിരക്കാൻ തോന്നുന്നു. ഇവരൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. ഹലോ ഇല്ല ഞാൻ ഉദ്ദേശിച്ച് വന്ന പോലെ ആരും ഇടില്ല. എല്ലാവരുടെ മനസ്സിൽ പണം എന്ന് മാത്രമേ ഉള്ളൂ. നന്മ എനിക്ക് കുറച്ച് ആളുകളെ സ്നേഹിക്കാനുള്ള മനസ്സ് തരാം. ബോർഡിന്റെ പേര് ദേവത.
മകനെ സ്നേഹിക്കാൻ ഉള്ള മനസ്സുള്ളവന്റെ പേരെന്തായിരുന്നു? മാക്ക്. ആ മനസ്സുണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. എനിക്ക് ആ ഒരു മനസ്സിൽ എനിക്ക് എന്നെ ഒരുത്ത വെടിവെച്ച് കൊന്നാലും എനിക്ക് അവനോട് സ്നേഹം എന്താണെന്നറിയില്ല. അല്ല, വെടിവെച്ച് കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്നേഹത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ചത്തുപോയില്ലേ? പക്ഷെ എനിക്ക് എന്നാലും പിന്നെ നമ്മള് ആർക്കൊക്കെ ഇതുവരെ സ്നേഹം പകർന്നു കൊടുത്തിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ട് സ്നേഹം സാറ അല്ല ആദ്യം അന്നയ്ക്ക് കൊടുത്ത് തിരിച്ചു കിട്ടിയില്ല. ആദ്യം പറയാണ്ടേ പറയാം വെയിറ്റ് ഒക്കെ. ആദ്യം പാത്തോന് കൊടുത്തു തിരിച്ചു കിട്ടിയില്ല. ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതിനുശേഷം മറ്റേ എന്താണ് അവളുടെ പേര്? അയ്യോ, നട്ടാച്ചയ്ക്ക് കൊടുത്തു കിട്ടിയില്ല. ഒരു മിനിറ്റ് ഞാനൊന്ന് എണ്ണിക്കോട്ടെ. ആദ്യം പറഞ്ഞ പേരെന്തായിരുന്നു? പിന്നെ എന്തുവായിരുന്നു ആ കൊച്ചിന്റെ പേര്? മറ്റേ ഇപ്പൊ സെർജിയുടെ കാമുകിയുടെ പേരെന്തായിരുന്നു? ആ കൊച്ചിന് കൊടുത്തു കിട്ടിയില്ല. കൊച്ചിന്റെ പേര് പോലും അറിയത്തില്ല, വെറുതെ കൊടുക്കുമായിരുന്നു. ആ സമയത്ത് സ്നേഹം. പിന്നെ അതിനുശേഷം പിന്നെ അന്നയ്ക്ക് വല്ലാണ്ട് കൊടുത്തു. അന്നയ്ക്ക് സ്നേഹം എല്ലാം കൊടുത്തു. അന്ന അവർ നോവണ്ണിലെത്തി. അവള് തിരിച്ചു തന്നില്ല. അതും തിരിച്ചിട്ടില്ല, അതും പോയി. അതിനുശേഷം സാറയ്ക്ക് കൊടുത്തു. സാറ തിരിച്ചു തന്നു. പക്ഷെ അതിനുശേഷം പിന്നെ അവക്ക് എന്നെക്കാട്ടിലും വേറെ ആരോ കൊടുക്കുന്നുണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞല്ലേ. അപ്പൊ സ്നേഹം ഉപേക്ഷിച്ചു വിട്ടല്ലേ? അത് വിട്ടു. അതിനുശേഷം ഞാൻ ആര്യക്ക് കൊടുത്തു. ഇപ്പൊ ആര്യ നല്ലോണം തരുന്നുണ്ട്. ഇപ്പൊ നന്നായി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുത്തിട്ടുണ്ടെന്ന് സാരം. സത്യത്തിൽ സ്നേഹം നിധിയാണ് ഞാൻ. നിധിയാണ്. അപ്പൊ ഈ നിധിന്ന് പുരുഷന്മാർക്കാർക്കും കൊടുത്തില്ല, സ്ത്രീ ജനങ്ങൾക്ക് ഒരു സഹോദരനായി കണ്ട ആർക്കും കൊടുക്കാൻ പറ്റില്ല. എനിക്കിവിടെ ഒരു 10, 35, 40, 50 സഹോദരന്മാരുണ്ട്. എല്ലാവർക്കും ഏട്ടനാണ് ഞാൻ. ആണല്ലേ? അപ്പൊ ഈ ഏട്ടന്റെ അനിയന്മാർക്കൊക്കെ എങ്ങനെയാണ് സ്നേഹം കൊടുക്കുന്നത്? അവർക്ക് വേണ്ടപ്പോൾ ഭക്ഷണം കൊടുക്കും, വേണ്ടപ്പോ തിന്നാൻ കൊടുക്കും, അവർക്ക് വേണ്ടപ്പോ കുടിക്കാൻ കൊടുക്കും, അവർക്ക് മരുന്ന് കൊടുക്കും, അവർക്ക് അടിക്കാൻ ആൾക്കാരെ ഇട്ട് കൊടുക്കും, അവർക്ക് വള്ളി എടുത്തു കൊടുക്കും. അങ്ങനെ പല പല അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും, കാറ് വാങ്ങിച്ചു കൊടുക്കും, പെണ്ണ് കുളിപ്പിക്കാറില്ല, കുളിപ്പിച്ച് വൃത്തിയാക്കി കൊടുക്കാറില്ല. ഇതൊക്കെ വലിയ പിള്ളേരാ. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഇവിടെ പലരും കുളിക്കാതെ നടക്കുന്നവരാണ്. വ്യക്തി ശുചിത്വമില്ല. ഞാൻ ഡെയിലി കുളിക്കും. എനിക്ക് പുതിയൊരു മിഷൻ കൊണ്ടുവരാൻ വേണ്ടി പോവാ. കുളിക്കാത്തവരെ കുളിപ്പിക്കാൻ വേണ്ടിട്ടും പല്ല് തേക്കാത്തവരെ പല്ല് തേപ്പിക്കാൻ വേണ്ടിട്ടും. പല്ല് തേക്കാറില്ല. അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ അതൊക്കെ ശരിയാണോ? പല്ല് കേട് വന്ന് പോത്തില്ലേ? ആനയെ പോലാണോ മനുഷ്യന്മാര്? ആനയുടെ തൊട്ടടുത്ത് ആരെങ്കിലും പോയി നിന്ന് മണത്ത് നോക്കുവോ? മുഖത്തോട് സംസാരിക്കുവോ? എന്റെ അടുത്തൊന്നും ആരും വന്ന് മണത്ത് നോക്കിയിട്ടില്ല. അത് അതുകൊണ്ടാണോ മാക്ക് ഒരു മാസ്ക് ഒക്കെ വെച്ചിരിക്കുന്നത്? അതല്ല, അതുകൊണ്ടല്ല. നോക്കൂ എന്റെ പല്ല് നോക്കി. ഈ നാട്ടിൽ ഇന്ന ദിവസം വരെ അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പറയാനില്ല. ഒരുപാട് വരകളൊക്കെ ചോദിച്ചാൽ നാളെ തിരിച്ച് സിറ്റി കയറാൻ പറ്റില്ല. എന്തായാലും എന്നെ സിറ്റി ഇറങ്ങുന്ന എങ്ങനെയാണെന്നറിയാവോ? ചേച്ചിന്ന് വിളിച്ച് ശീലിച്ചു. അതെ, ഒരു മിനിറ്റ് ദേവത ഒരിച്ചിരി തിരക്കാണ്. ഇപ്പം പറയാ, സംസാരിക്കാതെ. തോന്നുന്നു. അയ്യോ, റിക്കിനെ കണ്ടു ആരെങ്കിലും? ബിസി ദൈവം അല്ല ദേവത. വേറെ ചെയ്യാ. അയ്യോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളേ. അവരെന്തോ സംസാരിക്കും. ഹലോ, ദേവത തിരിച്ചു വന്നു. ദേവത ഒരുപാട് നേരം കാണത്തില്ല കേട്ടോ. ദേവതയ്ക്ക് വിളി എപ്പം വരുന്നോ, വിളി വരും ദേവത പോവും. പെട്ടെന്ന് ചിലപ്പോ പെട്ടെന്ന് പോണ്ടി വന്നു കഴിഞ്ഞല്ലേ. ദേവത സഹായിക്കാൻ ഇവിടെ ആരും ഇല്ല, അതുകൊണ്ടാ. കേട്ടില്ല. ഒന്നുകൂടെ നല്ലോണം പറയൂ. ആര് വിളിക്കും? മക്കളെ, എനിക്ക് ഫോൺ ഇല്ലടാ.
ഞാൻ വിളിച്ചോക്കട്ടെ നോക്കട്ടെ. ആ എന്തായിരുന്നു ഇവിടെ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ അനിയന്മാർക്ക് സ്നേഹം കൊടുക്കുന്നത്. ബാക്കി കഥ പറ ഞാനുണ്ട് ഇവിടെ ഉണ്ട്. ആ ബാക്കി വിഷമങ്ങളൊക്കെ പറയും. നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് വരം തരാനുമാണ് ദേവത. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരൊറ്റ വിഷമേ ഉള്ളൂ. എന്താ എന്റെ ചെറിയ കൂടെ വിഷമം പറയണേ? 25 പിള്ളേരുണ്ട്. അവർക്ക് ഒരു ഇച്ചിരി സാധനം കൊടുക്കാവോ? ഞാൻ പറയുന്ന സാധനം വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ പറ്റും കേട്ടോ. ദേവം വരുന്നതിന് മുമ്പ് പെട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ദ്രദേവം വരുന്നതിന് മുന്നേ പെട്ടെന്ന് ഇന്ദ്രദേവം വരുന്നതിന് മുന്നേ കൊടുക്കണം കേട്ടോ. അല്ല ദേവതയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ചെറിയ 100 ഒരു 200 വേറൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ പണത്തിന്റെ പുറകെ പോവരുത്. പണമല്ല, ഞാൻ പണത്തിന്റെ പെണ്ണിന്റെ പുറകെ ഓടി ചരിത്രമില്ല. ഇത് രണ്ടും അതാണല്ലേ ഞാനൊരു 10-20 പേരെ ലിസ്റ്റ് കേട്ടത്. ഇല്ല, ഞാൻ പുറകെ ഓടിയിട്ടില്ല, അവരുടെ കൂടെ നടന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് കൂടെ നിന്നിട്ട് അവരെല്ലാരും താങ്കളെ വിട്ടുപിരിഞ്ഞു പോയില്ലേ? അതാണ് ഈ ലോകം ക്രൂരമാണ്. അതെ, നമുക്കതില് നിന്റെ ക്രൂര ദൃഷ്ടനത്തിനാൽ എന്റെ നെഞ്ചിൽ ആഴ്ന്ന മുറിവ് വലുതാണ്. അതെ, നല്ലൊരു കവി താങ്കളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. പാടൂ. രേണുക എന്ന് പറഞ്ഞ കവിത കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അത് എല്ലാ രേണുക എന്നുള്ള കവിത എനിക്ക് ദില്ലാലങ്കടി എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റില്ലല്ലോ. രേണുക തന്നെ ആയിരിക്കുമല്ലോ. അതെ തുടങ്ങൂ. രണ്ടുപേരും മതിയേ. ഒന്നോ രണ്ടോ ആയിക്കോട്ടെ. പർച്ചേസ് ചെയ്തല്ലോ. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രണ്ടുപേരുള്ളേ. ഓക്കെ, നന്നായിട്ടുണ്ട്. നല്ല കവിതയാണ്. അതെ. ഇപ്പൊ താങ്കളുടെ മനസ്സിലെ കുറെ വിഷമങ്ങളൊക്കെ ചോർന്നൊലിച്ചു പോയില്ലേ? ചോർന്നൊലിച്ച് പൊക്കോണ്ടേയിരിക്കുകയാണ്. നമ്മൾ സന്തോഷത്തെ എപ്പോഴും പിടിച്ചു നിർത്തിട്ട് സങ്കടത്തോടെ നീ പോടാ എന്ന് പറയണം. ആരോട്? ഒരു മിനിറ്റ് ഇവനാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ വിഷമം. അവനൊന്നും കൂടെ കൊണ്ട് നടക്കില്ല, അപ്പൊ തന്നെ ഇറക്കി വിട്ടണം. ഈ ആധാരം കാണിക്കാത്ത ഒരു കുട്ടികളെയും നമ്മളിവിടെ കേറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇതാണോ രേഖ? 2007 എന്ന് പറയുമ്പോ എന്ത് ചെറിയ കുട്ടിയാണ് താങ്കൾ. 2007 എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാവൂടാ? എനിക്ക് 2007 എനിക്ക് 9 വയസ്സ്. അതെ, കുട്ടികളൊക്കെ മാറി നിൽക്കും. ഞങ്ങൾ മുതിർന്നവരൊക്കെ അങ്ങോട്ട് വലിയ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് മറ്റേ എന്താണ് കുട്ടിത്തരങ്ങളെ പറയുന്നത്? ഞങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കും. നമുക്ക് കുറച്ച് താങ്കളുടെ കയ്യിൽ വാഹനമുണ്ടോ? ഉണ്ടല്ലോ, വരൂ. നമുക്ക് കുറച്ച് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പോയല്ലോ. എന്ത് പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്? കുറച്ച് നന്മ പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാനധർമ്മങ്ങൾ കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. അത് എന്നെ കൂട്ടാതെ പോയോ? നമുക്ക് സ്നേഹം കൊടുക്കുന്ന ഒരു ദാനധർമ്മമുണ്ട്. വിഷമിച്ചിരിക്കുന്ന ഒരാള് എന്താണ് വിഷമത്തിൽ നിന്ന് കര കിട്ടുന്ന ഒരു നല്ല അതൊരു ദാനധർമ്മമാണ്. അങ്ങനത്തെ ധർമ്മങ്ങൾ. വണ്ടി ചോദിക്കുന്നവർക്ക് വണ്ടി തരാനുള്ള കഴിവ് ഈ ദൈവം. ഓക്കെ, എവിടെ കേറുന്നേ? അപ്പുറത്തെ. ഇല്ല മക്കളെ, സത്യമായിട്ടും ദേവതയുടെ പൈസ ഇല്ലടാ. ഇച്ചക്കാരിയായിട്ടുള്ള ദേവത. അത് നമുക്കതിലുള്ള പവർ ഇല്ല മക്കളെ. ഓക്കെ, നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി. ദേവതയ്ക്ക് വലിയ പിടുത്തമില്ല. എന്താണ്, നമ്മളെ ആരും അറിയാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകും. നമുക്ക് തുണിക്കടയിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് അവിടെ ഒരുപാട് ചില ജനങ്ങൾ ഇന്നലെ വന്നവർ പൈസ ഇല്ലാതെ തുണി മാറാൻ പറ്റാതെ അഴുകിയ വസ്ത്രങ്ങൾ ഇട്ട് നിൽക്കൊണ്ടായിരിക്കും. അവരെ സഹായിക്കാം. അവരെ സഹായിക്കാൻ എനിക്ക് വാചകങ്ങൾ കൊണ്ട് മാത്രം സഹായിക്കാൻ പറ്റൂ. ദാനധർമ്മം കൊണ്ട് മോട്ടിവേഷൻ കൊടുത്താൽ നമുക്ക് ഇവരെ സഹായിച്ചാലോ? ഇങ്ങനെ വെറുതെ അടി തല്ലുണ്ടാക്കി കിടക്കുന്ന പിള്ളേർ. നമുക്ക് അതിലൊന്നും നമുക്ക് എടുത്തു ചാടി നമ്മൾ അതിലൊന്നും ചെന്ന് പെടരുത്. എന്താ പറയണ്ടേ?
നല്ല നല്ല കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് പൈസ ഇല്ല. സത്യം അയ്യോ പറയാം. അങ്ങനെ ഒരിക്കലും പറ്റില്ല. നമ്മള് ജോലി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. ഞാൻ ചെറിയ ചെറിയ ഞാൻ ജോലി സിറ്റിയിൽ ഏറ്റവും വലിയ പാട്ടുകാരനായിരുന്നു. ആണോ? ഒരു നാൾ. ഇവിടെ പാട്ട് പാടിയ പൈസ കിട്ടും. പിന്നെ എനിക്ക് കോടിക്കണക്കിന് അയ്യോ, ഇവിടെ തുണിയാൻ ആരുമില്ല. ആരും ഇല്ലേ ഇവിടെ? ആർക്കും ഇപ്പൊ വസ്ത്രങ്ങളൊന്നും വേണ്ടേ? ആർക്കും തുണിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. ന്യൂജനാണേ. എങ്ങനെ? ന്യൂജൻ പിള്ളേരാണ്, ഒന്നും പറയാൻ പറ്റൂല. നമ്മളൊക്കെ ഇച്ചിരി പഴയ ആൾക്കാരായതുകൊണ്ട്. പഴയ ആൾക്കാരാണേ. അതാ ഇച്ചിരി പ്രായമായി പോയില്ലേ? ഇനി അല്ല, എനിക്കെത്ര പ്രായമായിട്ടില്ല കേട്ടോ. എന്നാലും ഒരു 10, 28, 20, 30 വയസ്സൊക്കെ കാണുമല്ലോ. 30ഓ ദേവതേ? എന്നാലും 27, 7.5 ആ ഓക്കെ. അപ്പൊ നമ്മളൊക്കെ സമമായിട്ട് പോകുന്ന ആൾക്കാരാണ്. ഓ ദേവതേ, പറയണം. എന്താ ഒരു മനുഷ്യന്മാരും ഇല്ലാത്തത്? താങ്കളുടെ വിഷമങ്ങളൊക്കെ പറയും, ഞാൻ വിഷമങ്ങളൊക്കെ കേൾക്കട്ടെ. എനിക്ക് ആകെ ഒരൊറ്റ വിഷമമുള്ളൂ. എന്താ? എനിക്ക് ഇവിടെ ഒരു വലിയൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബം ഭിന്നമായി പോയി. നമ്മളിപ്പോ അത്തരം കാര്യങ്ങളെല്ലാം മറക്കണം. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷിക്കണം. നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പം പോകുന്നത്. ഒരു പെൺകുട്ടി, നമുക്ക് നിങ്ങൾ പെൺകുട്ടി എവിടെ കണ്ടല്ലോ അപ്പൊ അവിടെ പോവല്ലേ? തീക്കകത്ത് കൊണ്ടിടല്ലേ എന്നെ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ശരിച്ച് ജീവിച്ചു വരാനുള്ള വഴി പോലും ഒന്നുമില്ല. ഇവിടെ ഒരു കുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഈ കുട്ടി ആരാ? ഞാനും ഇറങ്ങണമല്ലേ? ഹലോ 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 ഹലോ, എന്തോ പറ്റി? മച്ചാനെ സുഖാണ്. കണ്ടുപിടിച്ചേട്ടാ, ഗോഡ് അത് വന്ന്. അതെ 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 അതെ. ഇവിടെ നിന്ന് എന്തെടുക്കുമായിരുന്നു? ഞാൻ പുതിയ ആൻഡ് ഗോഡ്, വൈറ്റ് ഗോഡ് കണ്ട എന്റെ ഡ്രസ്. അയ്യോ സോറി, അറിയാതെ പറ്റിയതാണ്. ക്ഷമിക്കണം. അതെ, ബാക്കി ഗോഡൊക്കെ എങ്ങോട്ട് മാറിയുന്നേ? അതെ, ഇവര് പറഞ്ഞതുപോലെ താങ്കൾ എന്തെങ്കിലും നിയമത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു? ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യുകയായിരുന്നോ? അതെ അതെ അതെ, ഒരു അപേക്ഷയുണ്ട്. തിരിച്ചു വരുമ്പോഴേ ഈ റീസ്റ്റാർട്ട് കഴിയുമ്പോ ഒരു TDM ഒന്ന് ഇട്ട് വരുമോ? കാല് പിടിക്കാൻ ഞാൻ. അത്തരം കാര്യങ്ങൾ പവറുകളൊന്നും ഈ ദേവതയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, ഒന്ന് ഇന്ദ്രദേവനോടൊന്ന് അറിയിച്ചാൽ മതി നമ്മുടെ അപേക്ഷ. ദേവൻ ഇവിടെ ഇല്ല. ദേവതയിലാണ് ഇപ്പൊ പവർ. ദേവൻ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കേറിയിരുന്ന ഈ ലോകം നാളെ ഇല്ലാണ്ടായി പോവും. അത് സാരമില്ല. നമ്മളങ്ങ് സമാധാനിക്കണം. ലോകത്തെ നമ്മൾ തിരിച്ചുണ്ട്. ലോകത്തിന്റെ മറ്റൊരു വേറൊരു വ്യൂ ഒക്കെ വേണ്ടേ? അതിനുവേണ്ടിയാണ് ദേവത വന്നത്. എപ്പോഴും ദേവനെ തന്നെയല്ലേ നിങ്ങൾ കാണുന്നത്? നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ ദേവനെ കൊണ്ട്? സത്യസത്തോടെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ദേവനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഞങ്ങളുടെ ദേവൻക്ക് അങ്ങനെയല്ലേ? നിങ്ങൾ തുറന്നു പറയൂ. തുറന്ന് ദേവൻ കീ പറയൂ. നിങ്ങൾ 3 പേരല്ലേ? 3 പേരും പറയൂ. ദേവനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? 3 സ്ലോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എളുപ്പമല്ലേ? അങ്ങനല്ല, പറയൂ, തുറന്നു പറയൂ. ഇല്ലില്ല, ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ദേവനാണ് ദേവൻ. അതെയല്ലേ? ഈ ദേവതയോ? ദേവത നല്ല ദേവതയാണ്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദേവത വന്ന് ഇങ്ങനെ ഓരോ വരങ്ങളൊക്കെ തരാണ്ടിരിക്കരുത്. ഇനി ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ തരാം. ദേവൻ കിച്ചണിൽ ഗ്രൈൻഡിങ് ആണോ? കിച്ചണിലല്ല, പുറത്ത് ഗ്രൈൻഡിങ് ഇല്ല. കിച്ചൺ ക്ലോസ്ഡാ. തുണി കുത്തി അണിച്ചിടോ കേട്ടോ. അപ്പം പുറത്ത് ഞങ്ങൾ പറഞ്ഞു വിട്ടു. ഹലോ, നീ കേക്കുന്നില്ലേ ജുഗ്രോ? കേക്കുന്നു. ഹലോ ഹലോ, ഇതേം പോയില്ല ഇതുവരെ? ഇല്ല, പുറത്ത് പോയിട്ടില്ല. അറിയത്തില്ല. ദൈവമേ, ഞാനെന്നാൽ അങ്ങോട്ട് പോകട്ടെ. എക്സിറ്റ് ആയിക്കോട്ടെ. ദൈവത്തിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നോമിത യാത്രയാകുന്നു. ദൈവമേ 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 ദൈവമേ. ദൈവം പോയിട്ടാ. അതെ, സെർവർ ഇപ്പോഴങ്ങോട്ട് പോകുന്നൊരു അശരീരിയല്ലേ കണ്ടത്? അതെ, സെർവർ പഠിച്ചു റീസ്റ്റാർട്ട് ആണ്. അപ്പൊ നമ്മളായിട്ട് ഇറങ്ങി പോണോ അതോ നമ്മൾ ഇറക്കി വിടുവല്ലേ? അല്ല, ഇത് ദേവതയാണ്.
അത് എന്താണ് ദേവത ഇഷ്ടപ്പെട്ടില്ല? അത് കുഴപ്പമൊന്നുമില്ല അല്ല കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പമുണ്ടോ തോന്നല്ലോ. ഇല്ല 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 ഒരു കുഴപ്പമില്ല. ഇല്ല പറയേ ഇല്ല 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 പറയേ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നില്ല താങ്കൾക്ക്. ഇല്ല ഇല്ല ഒരു 100 കോടിയുടെ പ്രശ്നമുണ്ട്. ഇച്ചിരി അപ്പാപ്പനറിയാതെ കയ്യിലേക്ക് എത്തുക. നിങ്ങൾ എല്ലാരും ഈ സമ്പത്തിനെ മാത്രമാണ് സ്നേഹിക്കുന്നത്. സമ്പത്തിനെ സ്നേഹിക്കാത്തവരാരുണ്ടെന്ന് നോക്കി അവർക്ക് ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. എല്ലാരും പൈസക്ക് വേണ്ടിയല്ലേ പോകുന്നേ. പക്ഷെ നമ്മളിത്തിരി സ്നേഹത്തിന്റെ പുറകെ പോകണം, നന്മയുടെ പുറകെ പോകണം. അതെ, കേട്ടിട്ടില്ലേ? പണം ദുഃഖമാണ് ഉണ്ണി, സ്നേഹമല്ലോ സുഖപ്രദം. അതാരാണ് ഒരു കേട്ടൊരു ചെറിയൊരു കുട്ടിയുടെ അശരീരി? എവിടെ? ഞാനാണോ? നീയാണോ? പക്കുവാണോടാ? എടാ സെർവർ ഇപ്പൊ മറ്റേ ഇത് റീസ്റ്റാർട്ട് ആവും പറയുന്ന കേട്ടു. അപ്പൊ നമ്മള് ആണല്ലേ? പറഞ്ഞായിരുന്നോ? ആണല്ലേ? അങ്ങ് ഇതൊന്നും പറഞ്ഞുതരാതെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. ചേച്ചി എന്നെ ഇവിടെ ഇരുത്തൂലടാ. ഹലോ, എന്തായിരുന്നു? ഓക്കെ, ബൈ ബൈ. ഇനി നമുക്ക് എപ്പോഴെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ കണ്ടുമുട്ടാം. ഞാനും ഇപ്പം തന്നെ പോവായിരിക്കും, എന്നിട്ട് സാരമില്ല. കണ്ടുമുട്ടം വരേക്കും നന്ദി, നമസ്കാരം, വണക്കം. ഓക്കെ, ബൈ ബൈ. ഇതെന്താ സർവർ എന്താ മറ്റേത് റീസ്റ്റാർട്ട് ചെയ്തത്? ബൈ ബൈ. പക്കു ഇതെന്താടാ ഇത് സെർവർ മെത്തിയതാവാത്ത? ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഫിക്സ് ആക്കാൻ വേണ്ടിട്ട്. ആണോ? ഇപ്പൊ തനി ഇപ്പൊ സെർവർ ഓഫ് ആവോ? ഒരു കാര്യം അല്ല, കഴിഞ്ഞില്ല ലൈവ്. എല്ലായിടത്തും ഗുഡ് ബൈ പറഞ്ഞു. ഇത് എവിടെ ക്ലോസ് ചെയ്യുന്നത്? ആണോ? അപ്പുറത്ത് ഒരു ഓഫീസ് കാണും, അതിൻ്റെ അകത്ത് എൻഡ് കാണും. അല്ല, ഇപ്പുറത്ത് സ്ട്രീം ലാബ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ലൈവ് നിർത്തി പോവുകയാണ്. എല്ലാവർക്കും ഇതിലേതാ? ഇതാ മാറിപ്പോയല്ലോ.